പാലക്കാട് തൂതപ്പുഴയിലെ തിരുവേഗപ്പുറം മുതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം പുഴയിൽ നിന്നുള്ള മണൽ നീക്കം വീണ്ടും വിവാദത്തിൽ. വ്യവസ്ഥകൾ പാലിക്കാതെയാണ് പ്രവർത്തനം നടക്കുന്നതെന്നും പാലം നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കാനാണ് പുഴയുടെ സ്വാഭാവിക അടിത്തട്ടിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഖനനം നടത്തുന്നതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു തിരുവേഗപ്പുറം മുതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മണ്ണും മണലും നീക്കം ചെയ്യുന്നതിന്റെ പേരിൽ പുഴയുടെ സ്വാഭാവിക അടിത്തട്ടിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഖനനം നടത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നേരത്തെ നാട്ടുകാരുടെ പരാതിയിൽ ഹൈക്കോടതി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുകയായിരുന്നു. നിലവിൽ ഉണങ്ങിയ മണൽ മാത്രമേ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കാവൂ എന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ പുഴയിലെ വെള്ളത്തിൽ നിന്ന് തന്നെ മണൽ കോരിയെടുത്ത് ഫിൽട്ടറിംഗ് നടത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമൂലം ഡീസൽ, ഗ്രീസ് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് പടരുന്നുണ്ടെന്നും പരാതിയുണ്ട്. പരാതിയെ തുടർന്ന് മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേസമയം എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് പ്രവർത്തനമെന്ന് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. ഈ ചാനൽ പാലക്കാട്. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.